ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാനുഫാക്ചറിങ് ഓഫ് സിമെൻ്റ് ആണ്. അപ്പോൾ എന്താണ് സിമെൻറ്റിൻ്റെ കോമ്പോസിഷൻ എന്നൊക്കെ നമ്മൾ നോക്കി. ഇനി നോക്കാനുള്ളത് എങ്ങനെയാണ് സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളത്. മെയിനായിട്ട് 3 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ പറയുക. ഫസ്റ്റ് ആണ് മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്, രണ്ടാമത്തെ സ്റ്റെപ്പാണ് ബേണിംഗ്, മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഗ്രൈൻഡ്. ഇനി അതിൽ ഫസ്റ്റ് സ്റ്റെപ്പായ മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് എങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്, മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്. മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് മെയിനായിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. സിമെൻറ്റിൽ നമ്മൾ മെയിനായിട്ട് 2 റോ മെറ്റീരിയൽസ് ആണ് പറയുക. നമുക്ക് കാൽക്കരീഷ്യസ് മെറ്റീരിയൽസും ഉണ്ട്, അതുപോലെ തന്നെ ആർജിലീഷ്യസ് മെറ്റീരിയൽസും ഉണ്ട്. അതിന് മുന്നേ പറയേണ്ട ഒരു കാര്യമാണ്, മിക്സിങ് നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ സാധിക്കും. മിക്സിങ് 2 രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഒന്നാണ് ഡ്രൈ പ്രോസസ്സ് എന്ന് പറയുന്നത്, ഡ്രൈ പ്രോസസ്സും ഉണ്ട്, അതുപോലെ തന്നെ വെറ്റ് പ്രോസസ്സും ഉണ്ട്. അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ്, ഡ്രൈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ റോ മെറ്റീരിയൽസ് എല്ലാം എങ്ങനെയായിരിക്കും, ഡ്രൈ ആയിട്ടുള്ള സ്റ്റേറ്റിൽ വാട്ടർ ഒന്നും തൊടാതെ ഡ്രൈ ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്തെടുക്കുക, മിക്സ് ചെയ്തെടുക്കുക. വെറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അറിയാം, വെറ്റ്, അപ്പോൾ അതിൻ്റെ അത് വാട്ടർ കൂടെ വരുന്നുണ്ടാവും ആ ഒരു മിക്സിങ്ങിൻ്റെ സമയത്ത്. അതാണ് മെയിനായിട്ട് രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഡ്രൈ പ്രോസസ്സും വെറ്റ് പ്രോസസ്സും. ഇതിൻ്റെ അകത്ത് ഈ വെറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് പണ്ടൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ നമ്മളധികം പ്രിഫർ ചെയ്യാറില്ല. ഡ്രൈ പ്രോസസ്സാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എങ്ങനെയാണ് ഡ്രൈ പ്രോസസ്സിൽ നമ്മുടെ റോ മെറ്റീരിയൽസിനെ മിക്സ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആണ് ഡ്രൈ പ്രോസസ്സ്. ഫസ്റ്റ് പറയാൻ പോകുന്നത് ഡ്രൈ പ്രോസസ്സാണ്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം നമ്മുടെ കയ്യിൽ 2 റോ മെറ്റീരിയൽസ് ഉണ്ട്, കാൽക്കരീഷ്യസ് മെറ്റീരിയൽസും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, ആർജിലീഷ്യസ് മെറ്റീരിയൽസും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ആണ് കാൽക്കരീഷ്യസ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ആർജിലീഷ്യസ് മെറ്റീരിയൽസും ഉണ്ട്. അപ്പോൾ ഈ 2 മെറ്റീരിയൽസും ഡ്രൈ ആയിട്ടുള്ള സ്റ്റേറ്റിൽ, വെള്ളമൊന്നും തൊടാതെ ഡ്രൈ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തെടുക്കും, നന്നായി ക്രഷ് ചെയ്തെടുക്കും. നന്നായിട്ട് എന്ത് ചെയ്യും, ക്രഷ് ചെയ്തെടുക്കും. ക്രഷിങ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ 2 മെറ്റീരിയൽസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും, നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കും. നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കും. ആദ്യം ഒന്ന് ക്രഷ് ചെയ്ത് സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യും, അതിനുശേഷം കുറച്ചുകൂടെ ഒന്ന് ഫൈൻ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഗ്രൈൻഡ് ചെയ്യും. അപ്പോൾ ഗ്രൈൻഡ് ചെയ്യാനായിട്ട് നമുക്കറിയാം, നമുക്ക് 2 തരത്തിലുള്ള മില്ലുകളുണ്ട്, ട്യൂബ് മില്ലും ഉണ്ട്, അതുപോലെ തന്നെ ബോൾ മില്ലും ഉണ്ട്. ട്യൂബ് മില്ലും ഉണ്ട്, ബോൾ മില്ലും ഉണ്ട്. ഇവിടെയാണേലും ആർജിലീഷ്യസ് മെറ്റീരിയൽസ് ആണെങ്കിലും ഈ സെയിം 2 മില്ലുകളാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്, ഗ്രൈൻഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തു, ആദ്യം ക്രഷ് ചെയ്തു, അതിന് ശേഷം ഗ്രൈൻഡ് ചെയ്തെടുത്തു. ഗ്രൈൻഡിങ്ങിന് ശേഷമാണ് നമ്മൾ കറക്റ്റ് പ്രൊപ്പോർഷനിൽ ഈ 2 മിക്സുകളൂടെ 2 റോ മെറ്റീരിയൽസൂടെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഗ്രൈൻഡിങ്ങിന് ശേഷം എന്ത് ചെയ്യും, കറക്റ്റ് പ്രൊപ്പോർഷനിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കും. കറക്റ്റ് പ്രൊപ്പോർഷനിൽ 2 മെറ്റീരിയൽസും മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ ഗ്രൈൻഡിങ്ങിന് ശേഷമാണ് നമ്മൾ കറക്റ്റ് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്തെടുക്കുക. മിക്സിങ്ങിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യും. ഈ മെറ്റീരിയൽസ് എന്ത് ചെയ്യും, നന്നായി ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യും. ഏകദേശം ഒരു 800 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ നന്നായി പ്രീ ഹീറ്റ് ചെയ്യും. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നീട് എന്ത് ചെയ്യും, സ്റ്റോറേജ് ടാങ്കുകളിൽ സ്റ്റോർ ചെയ്ത് വെക്കും. സ്റ്റോറേജ് ടാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഡ്രൈ പ്രോസസ്സിൽ നടക്കുക. ഡ്രൈ പ്രോസസ്സിൽ എന്താ നടക്കുക, ആദ്യം കാൽക്കരീഷ്യസ് മെറ്റീരിയൽസും ആർജിലീഷ്യസ് മെറ്റീരിയൽസും സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തു, ക്രഷ് ചെയ്തു. അതിനുശേഷം കുറച്ചുകൂടെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നന്നായി അത് എന്ത് ചെയ്തു, ഗ്രൈൻഡ് ചെയ്തു. ഗ്രൈൻഡിങ്ങിന് യൂസ് ചെയ്ത 2 മില്ലുകളാണ് ട്യൂബ് മില്ലും ബോൾ മില്ലും എന്ന് പറയും. ഈ ഗ്രൈൻഡിങ്ങിന് ശേഷം നമ്മൾ ഈ മെറ്റീരിയൽസ് എന്ത് ചെയ്തു, രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് രണ്ടും നമുക്ക് വേണ്ട കറക്റ്റ് പ്രൊപ്പോർഷനിൽ നമ്മൾ എന്ത് ചെയ്തു, അതിന് ശേഷം മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം ഈ മെറ്റീരിയൽസ് പ്രീ ഹീറ്റ് ചെയ്തു. ഒരു 800 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തു. ശേഷം എന്ത് ചെയ്തു, ആ പ്രീ ഹീറ്റ് ചെയ്ത സാധനം നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്റ്റോറേജ് ടാങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇതാണ് മെയിനായിട്ട് ഡ്രൈ പ്രോസസ്സിൽ നടക്കുക. അപ്പോൾ ഇൻഗ്രീഡിയൻസ് റോ മെറ്റീരിയൽസ് എല്ലാം നോക്കിയാൽ അറിയാം, എല്ലാം ഡ്രൈ ആയിട്ടുള്ള സ്റ്റേറ്റിൽ, വാട്ടർ ഒന്നും ഇല്ല, ഡ്രൈ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് മിക്സ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചത്. ഇനി എങ്ങനെയാണ് വെറ്റ് പ്രോസസ്സിൽ ഡിഫറൻസ് വരിക എന്ന് നോക്കാം. വെറ്റ് പ്രോസസ്സ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു അവിടെ ഒരു വാട്ടറിൻ്റെ ഒരു പ്രസൻസ് കൂടെ വരുന്നുണ്ട് അല്ലേ. മിക്സിങ്ങിൻ്റെ സമയത്ത് റോ മെറ്റീരിയൽസ് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാട്ടറിൻ്റെ ഒരു പ്രസൻസ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ആ വാട്ടർ കടന്നു വരുന്നതെന്നാണ് ഇനി അറിയേണ്ടത്. അപ്പോൾ കാൽക്കരീഷ്യസ് മെറ്റീരിയൽസും ഉണ്ട്, അതുപോലെ തന്നെ ആർജിലീഷ്യസ് മെറ്റീരിയൽസും ഉണ്ടെന്ന് അറിയാം. ഈ ആർജിലീഷ്യസ് മെറ്റീരിയൽസ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു വാഷ് മില്ലിലൂടെ കിടത്തിവിടും. ആർജിലീഷ്യസ് മെറ്റീരിയൽസ് ഒരു വാഷ് മില്ലിലൂടെ കിടത്തിവിട്ട് ഇത് വാട്ടറുമായിട്ട് മിക്സായി ഒരു ഫോമിലായി കഴിയുമ്പോൾ അതാണ് നമ്മൾ ശരിക്കും കറക്റ്റ് പ്രൊപ്പോർഷനിൽ മിക്സിങ്ങിന് വരിക. കാൽക്കരീഷ്യസ് മെറ്റീരിയൽസ് നോർമലി പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ക്രഷ് ചെയ്യും, അതുപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്യും. പക്ഷേ ആർജിലീഷ്യസ് മെറ്റീരിയൽസിന് ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ വാഷ് മില്ല് എന്ന് പറയുന്ന ഒരു വാഷ് മില്ലിൽ കൂടെ ഇത് പാസ് ചെയ്ത് ഒരു ലിക്വിഡ് ഫോമിലാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് മിക്സിങ്ങിന് കൊണ്ടുപോകും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ബാക്കി പ്രോസസ്സ് എല്ലാം സെയിം തന്നെയാണ്.
ഡിഫറൻസ് ഒന്നുമില്ല. ഇവിടെ വരുന്ന ഒരു എക്സ്ട്രാ ഒരു സെക്ഷൻ എന്ന് പറയുന്നതാണ് ഈ വാഷ് മില്ല് എന്ന് പറയുന്നത്. ഈ അർജിനീഷ്യസ് മെറ്റീരിയൽസ് വാഷ് മില്ലിലൂടെ കടത്തി വിട്ടതിന് ശേഷമായിരിക്കും നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സിലൂടെ കടത്തി വിടുക. അതാണ് വെറ്റ് പ്രോസസ്സും ഡ്രൈ പ്രോസസ്സും നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വാഷ് മില്ലിലൂടെ കടത്തി വിടുമ്പോൾ അറിയാം ഈ അർജിനീഷ്യസ് മെറ്റീരിയൽസ് വാട്ടറുമായിട്ട് കോൺടാക്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് നമ്മൾ വെറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. എക്സാമിന് ചിലപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കാം, അർജിനീഷ്യസ് മെറ്റീരിയൽസ് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മില്ലിൻ്റെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ അതും വെറ്റ് പ്രോസസ്സിൽ നമുക്ക് പറയാവുന്നതാണ് വാഷ് മില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡ്രൈ പ്രോസസ്സും വെറ്റ് പ്രോസസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വെറ്റ് പ്രോസസ്സ് പ്രിഫർ ചെയ്യാറില്ല, ഡ്രൈ പ്രോസസ്സാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ എവിടെ വരെ പറഞ്ഞു? ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ റോ മെറ്റീരിയൽസ് എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ സ്റ്റോറേജ് ടാങ്കിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ബേണിംഗ്. നമുക്കറിയാവുന്ന കാര്യമാണ് ബേണിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന കിലിൻ. അപ്പോൾ സിമെൻറ്റിൻ്റെ ബേണിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന കിലിനാണ് റോട്ടറി കിലിൻ എന്ന് പറയുന്നത്. റോട്ടറി കിലിൻ എന്ന് പറയും. അപ്പോൾ ഈ റോട്ടറി കിലിൻ എന്ന് പറയുന്ന ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് ഇരിക്കുക. റോട്ടറി കിലിൻ എന്ന് പറയുന്ന ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് ഇരിക്കുക. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. യൂഷ്വലി ഈ ഒരു സിലിണ്ട്രിക്കൽ കിലിൻ്റെ ഡയമീറ്റർ നമ്മൾ പറയാറ്, സിലിണ്ട്രിക്കൽ കിലിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2.5 to 3 മീറ്റർ ആണ്. ഈ കിലിൻ എന്ന് പറയുന്ന ഒരു സ്ലോപ്പിലാണ് ഇരിക്കുന്നത്, ഒന്ന് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുക. യൂഷ്വലി ഇതിൻ്റെ ലെങ്ത് നമ്മൾ പറയാറ് 90 to 120 മീറ്റർ ആണ്. റോട്ടറി കിലിൻ്റെ ആ ഒരു സിലിണ്ട്രിക്കൽ സെക്ഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 90 to 120 മീറ്റർ ആണ്. ഇനി അവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ യൂഷ്വലി എന്താണ് ചെയ്യുക ഇനി ഇവിടെ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത്. സ്ലോപ്പ് പറയാം, കുറച്ചൊന്ന് ഇൻക്ലൈൻഡ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. യൂഷ്വലി നമ്മൾ സ്ലോപ്പ് പറയാറ്, സ്ലോപ്പ് എന്ന് പറയുന്നത് 1/25 to 1/30, 1/25 to 1/30 ആണ് നമ്മൾ അവിടുത്തെ സ്ലോപ്പ് പറയാറ്. ഇനി ഈ റോട്ടറി കിലിൻ എന്ന് പറയുന്നത് ഇങ്ങനെ റിവോൾവ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. യൂഷ്വലി അതിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് 3 RPM. 3 RPM എന്ത് ചെയ്യുന്നുണ്ട്? ഈ റോട്ടറി കിലിൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഓർത്തിരിക്കുക. ഇനി എങ്ങനെയാണ് ബേണിംഗ് പ്രോസസ്സ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുക എന്ന് നമുക്കറിയാം. അപ്പോൾ റോട്ടറി കിലിൻ്റെ പാർട്സ് ആണ് പറഞ്ഞത്. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2.5 to 3 മീറ്റർ വേരി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 90 to 120 മീറ്റർ വേരി ചെയ്യുന്നുണ്ട്. അത് കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. സ്ലോപ്പ് എന്ന് പറയുന്നത് 1/25 to 1/30 ആണ് നമ്മൾ പറയുക. സോ പിന്നെ പറയുന്നതാണ് അത് റിവോൾവ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഏകദേശം ഒരു 3 RPM ഒക്കെ ഇത് റിവോൾവ് ചെയ്തിട്ടാണ്, റെവല്യൂഷൻസ് പെർ മിനിറ്റ് ആണ് ഇതിൻ്റെ റൊട്ടേഷൻ നമ്മൾ പറയാം. ഇനി നോക്കാനുള്ളത് എങ്ങനെയാണ് റോട്ടറി കിലിനിൽ ബേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നതെന്നാണ് നോക്കാനുള്ളത്. അപ്പോൾ മെയിനായിട്ട് ഈ റോട്ടറി കിലിൻ്റെ ഉള്ളിൽ ഞാൻ 3 സോണുകളായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഫസ്റ്റ് സോണിനെ ഞാൻ ഡ്രൈ സോൺ എന്ന് വിളിച്ചു. ഫസ്റ്റ് സോണിനെ ഡ്രൈ സോൺ എന്ന് വിളിച്ചു. രണ്ടാമത്തെ സോണിനെ ഞാൻ പ്രീ ഹീറ്റിംഗ് സോൺ എന്ന് വിളിച്ചു. രണ്ടാമത്തെ സോണിനെ പ്രീ ഹീറ്റിംഗ് സോൺ എന്ന് വിളിച്ചു. മൂന്നാമത്തെ സോണാണ് ബേണിംഗ് സോൺ. മൂന്നാമത്തെ സോണാണ് ബേണിംഗ് സോൺ. അപ്പോൾ ബേണിംഗ് നടക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം കോളാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക. കോളായിരിക്കും. ഇനി വൈറ്റ് സിമെൻറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കോൾ യൂസ് ചെയ്യില്ല, പകരം ഓയിലൊക്കെ ആയിരിക്കും ബേണിങ്ങിന് യൂസ് ചെയ്യുക. അപ്പോൾ ഈ റോട്ടറി കിലിൻ്റെ ഉള്ളിൽ ഞാൻ 3 സോണുകളായിട്ട് ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്തിരിക്കുക? നമ്മുടെ റോ മെറ്റീരിയൽസ് എല്ലാം നമ്മൾ നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റോറേജ് ടാങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ റോ മെറ്റീരിയൽസിൻ്റെ ആ ഒരു മിക്സിനെ ഞാൻ എന്ത് ചെയ്തു? ഫസ്റ്റ് ഈ ഡ്രൈ സോണിലൂടെ കിടത്തി വിട്ടു. ഫസ്റ്റ് എന്ത് ചെയ്തു? റോട്ടറി കിലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ ആദ്യം ഇത് കിടന്നു പോകുന്ന സോണാണ് ഡ്രൈ സോൺ എന്ന് പറയും. അപ്പോൾ ഈ ഡ്രൈ സോണിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയണം. ഡ്രൈ സോണിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള മോയ്സ്ചർ മുഴുവൻ ഇവാബറേറ്റ് ചെയ്ത് പോവുക ചെയ്യുക. അപ്പോൾ ഡ്രൈ സോണിൽ എന്താ നടക്കുന്നത്? മോയ്സ്ചർ ഇവാബറേഷൻ നടക്കുന്നു. മോയ്സ്ചർ ഇവാബറേഷൻ നടന്നതിന് ശേഷം ഡ്രൈ സോണിലുള്ള മെറ്റീരിയൽസ് എല്ലാം ഏത് സോണിലേക്ക് പോകുന്നു? പ്രീ ഹീറ്റിംഗ് സോണിലേക്ക് പോകും. മോയ്സ്ചർ എല്ലാം ഇവാബറേറ്റ് ചെയ്ത് പോയി, മെറ്റീരിയൽസ് എല്ലാം നല്ല ഡ്രൈ ആയി. ഇനി രണ്ടാമത്തെ പ്രീ ഹീറ്റിംഗ് സോണിൽ നടക്കുന്നത് CO2 ഇവാബറേഷൻ ആണ്. അതിൻ്റെ അകത്തുള്ള CO2 ഫുള്ളി ഇവാബറേറ്റ് ചെയ്തു പോകും. CO2 ഇവാബറേഷന് ശേഷം അവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു മെറ്റീരിയൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോഡ്യൂൾസ് എന്ന് പറയും. CO2 ഇവാബറേറ്റ് ചെയ്ത് പോയതിന് ശേഷം നമുക്ക് ചെറിയ ലംസ് പോലെ നമ്മുടെ മെറ്റീരിയൽസിന് കിട്ടും. റോ മെറ്റീരിയൽസിൻ്റെ ഒരു മിക്സ് ചെറിയ ലംസ് പോലെ ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ നോഡ്യൂൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്തു? മോയ്സ്ചർ ഇവാബറേഷൻ നടന്ന സോണിനെ ഡ്രൈ സോൺ എന്ന് വിളിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? ഇതിൻ്റെ ഉള്ളിലെ CO2 ഫുള്ളി ഇവാബറേറ്റ് ചെയ്ത് പോയി. ആ ഒരു സോണിനെ പ്രീ ഹീറ്റിംഗ് സോൺ എന്ന് വിളിച്ചു. അപ്പോൾ
പ്രീ ഹീറ്റിങ്ങിന് ശേഷം നമുക്ക് കിട്ടിയ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു ഫോമാണ് ഇത് നൊഡ്യൂൾസ് എന്ന് പറയുന്നത്. പ്രീ ഹീറ്റിങ്ങിന് ശേഷമാണ് ഏത് സോണിലേക്ക് പോവുക? ബേണിംഗ് സോണിലേക്ക് പോവുക. ബേണിംഗ് സോണിലേക്ക് എത്തുമ്പോഴേക്കും ടെമ്പറേച്ചർ വളരെയധികം കൂടുന്നുണ്ടാവും. അപ്പോൾ നമുക്കറിയാം ഈ ഇൻപുട്ട് ചെയ്ത് നമ്മുടെ റോ മെറ്റീരിയൽസിൻ്റെ മിക്സ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആവശ്യത്തിന് കോളൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ബേണിംഗ് നടക്കത്തുള്ളൂ അല്ലേ? പറഞ്ഞു ബേണിംഗ് നടക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് കോൾ. അപ്പോൾ കോള് ബേണിംഗ് സോണിൽ എത്തുമ്പോഴേക്കും ഈ കോള് പയ്യെ ഇഗ്നേറ്റ് ആവും. എന്ത് ചെയ്യും? നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം നന്നായി ഹീറ്റ് ആവും. അപ്പോൾ യൂഷ്വലി ബേണിംഗ് സോണിലാണ് എന്ത് സംഭവിക്കുന്നത്? ശരിക്കും ഹീറ്റിംഗ് സംഭവിക്കുന്നത്. അവിടെ ഏകദേശം അവിടുത്തെ ഒരു ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ പറയാം 1400 ഡിഗ്രി സെൽഷ്യസ് ടു 1500 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യും? നമ്മുടെ റോ മെറ്റീരിയൽസിൻ്റെ ആ ഒരു മിക്സ് നന്നായി ഹീറ്റ് ആവുന്നുണ്ടാവും. അപ്പോൾ ഹീറ്റ് ആയി കഴിഞ്ഞ് ഹീറ്റിങ്ങിന് ശേഷം നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയും. ഇപ്പോൾ നൊഡ്യൂൾസ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ബേണിംഗ് സോണിലേക്ക് കയറി ബേണിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നതാണ് ക്ലിങ്കർ എന്ന് പറയും. അപ്പോൾ യൂഷ്വലി എക്സാംസിനൊക്കെ ചോദിക്കാറുള്ളതാണ് ക്ലിങ്കർ ഏതൊരു സോണിലാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആഫ്റ്റർ ബേണിംഗ് ആണ് എന്ത് ഫോം ചെയ്യുന്നത്? ക്ലിങ്കർ ഫോം ചെയ്യുന്നത്. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്ലിങ്കറിൻ്റെ സൈസാണ്. യൂഷ്വലി ഈ ക്ലിങ്കറിൻ്റെ സൈസ് നമ്മൾ പറയുക 3 mm to 20 mm ആണ് ക്ലിങ്കറിൻ്റെ സൈസ് വേരി ചെയ്യുന്നത്. 3 mm to 20 mm ആണ് അവിടെ ഫോം ചെയ്യുന്ന ക്ലിങ്കറിൻ്റെ സൈസ് വേരി ചെയ്യുന്നത്. അതുപോലെ ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഇതാണ് മെയിനായിട്ട് ബേണിംഗ് സോണിൽ നടക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ അവിടെ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്കറിയാം 1400 ഡിഗ്രി സെൽഷ്യസ് ടു 1500 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ എന്തിരിക്കുന്നത്? ക്ലിങ്കർ ഇരിക്കുന്നത്. അപ്പോൾ ക്ലിങ്കറിലൂടെ കടന്നു പോയതിന് ശേഷം നമുക്ക് കിട്ടുന്ന ആ ക്ലിങ്കറിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ബേണിങ്ങിന് ശേഷം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ ഓൾറെഡി എഴുതി മൂന്നാമത്തെ സ്റ്റെപ്പായ ഗ്രൈൻഡിങ് ആണ്. അപ്പോൾ ബേണിങ് കഴിഞ്ഞ് ഗ്രൈൻഡിങ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഈ ക്ലിങ്കറിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ക്ലിങ്കറിൻ്റെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബേണിംഗ് സോൺ കഴിഞ്ഞിട്ട് ഒരു സോൺ കൂടെ നമ്മൾ പറയാറുണ്ട്, ഒരു കൂളിംഗ് സോൺ കൂടെ പറയാറുണ്ട്. ബേണിംഗ് സോൺ കഴിഞ്ഞിട്ട് ഒരു കൂളിംഗ് സോൺ കൂടെ നമ്മൾ പറയാറുണ്ട്. ആ കൂളിംഗ് സോണിലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ 1400 to 1500 ഡിഗ്രി സെൽഷ്യസിലിരിക്കുന്ന ക്ലിങ്കർ ഒന്ന് നമ്മൾ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്ത് കുറച്ചുകൂടെ നമുക്ക് യൂസബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? അതിനെ റെഡ്യൂസ് ചെയ്തെടുക്കുകയായിരിക്കും. അതാണ് കൂളിംഗ് സോണിൽ ശരിക്കും സംഭവിക്കുക. അപ്പോൾ ക്ലിങ്കറാണ് നമ്മൾ കൂൾ ചെയ്തെടുത്ത് ഇനി ഈ ക്ലിങ്കറാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? മൂന്നാമത്തെ സ്റ്റെപ്പായ ഗ്രൈൻഡിങ്ങിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ്ങിൽ അടുത്ത ലാസ്റ്റ് സ്റ്റെപ്പാണ് ഗ്രൈൻഡിങ്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കോമ്പോസിഷനൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഗ്രൈൻഡിങ് എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്, അതാണ് നമ്മുടെ ജിപ്സം നമ്മൾ ആഡ് ചെയ്യുന്നത് ബേണിംഗ് സോൺ കഴിഞ്ഞ് അല്ലെങ്കിൽ ബേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞ് ഗ്രൈൻഡിങ് തുടങ്ങുമ്പോഴാണ് നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? ജിപ്സം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ജിപ്സത്തിൻ്റെ ഫംഗ്ഷനൊക്കെ നമുക്കറിയാം, ടു പ്രൊലോങ് ദ ഇനിഷ്യൽ സെറ്റിംഗ് ടൈം ഒന്ന് പ്രൊലോങ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? ജിപ്സം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഗ്രൈൻഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ബേൺ ചെയ്തു, ബേണിങ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടി? ക്ലിങ്കർ കിട്ടി. ആ ക്ലിങ്കറിൻ്റെ ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് നമ്മളതൊരു കൂളിംഗ് സോണിലൂടെ പാസ് ചെയ്ത് എന്ത് ചെയ്തു? അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് റെഡ്യൂസ് ചെയ്യിച്ചു. ഇവിടെയും നമുക്കൊരു കാര്യം ഓർക്കണം, ക്ലിങ്കറിങ് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടായിരുന്നു, അതാണ് നമ്മുടെ അലുമിനിയം എന്ന് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് എന്ത് ചെയ്തെടുക്കുക? റിവൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ അവിടെ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയായിരിക്കും. അലുമിനിയാണ് അവിടുത്തെ ക്ലിങ്കറിങ് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോസസ്സിലേക്ക് തിരിച്ചു വരാം. മൂന്നാമത്തെ പ്രോസസ്സായ ഗ്രൈൻഡിങ്ങിലേക്ക് നമ്മൾ എന്ത് കൊണ്ടുപോവാണ്? നമ്മുടെ ക്ലിങ്കർ നമ്മുടെ കയ്യിലുണ്ട്. ഈ ക്ലിങ്കറിനെ നമ്മൾ എന്ത് ചെയ്യിക്കാൻ കൊണ്ടുപോവുക? ഗ്രൈൻഡിങ്ങിന് കൊണ്ടുപോകുക. എന്തുകൊണ്ടായിരിക്കും ഗ്രൈൻഡ് ചെയ്യുന്നത്? നമുക്കറിയാം 3 mm to 20 mm സൈസുള്ള ഒരു നൊഡ്യൂൾസ് ലംസ് പോലെയാണ് നമുക്കിത് കിട്ടുക അല്ലേ. അപ്പോൾ ഈ സാധനം നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. നമ്മൾ കാണുന്ന സിമെൻറ്റ് എങ്ങനെയായിരിക്കുന്നത്? തീരെ ഫൈനാണല്ലേ. 90 മൈക്രോണിലൂടെ പാസ് ചെയ്ത് പോകുന്ന തീരെ ഫൈനാണ് നമ്മുടെ സിമെൻറ്റിൻ്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സൈസിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു സിമെൻറ്റ് പാർട്ടിക്കിൾസിനെ എന്ത് ചെയ്തെടുക്കാം? ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേണിങ്ങിന് ശേഷം എന്ത് ചെയ്യുന്നത്? പിന്നെയും ഈ നമ്മുടെ മെറ്റീരിയൽസിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഗ്രൈൻഡിങ്ങിന് നമ്മളെ സഹായിക്കുന്ന 2 മില്ലുകൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ഗ്രൈൻഡിങ്ങിന് നമ്മളെ സഹായിക്കുന്ന 2 മില്ലുകളാണ് ബോൾ മില്ലും അതുപോലെ തന്നെ ട്യൂബ് മില്ല് എന്ന് പറയുന്നു. അപ്പോൾ ബോൾ മില്ലും ഉണ്ട്, അതുപോലെ തന്നെ ട്യൂബ് മില്ലും ഉണ്ട്. ഇത് രണ്ടുമാണ് നമ്മളെ ഗ്രൈൻഡിങ്ങിന് സഹായിക്കുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ബോൾ മില്ലിൽ നമുക്കറിയാം ബോൾസിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ബോൾ മില്ലിലും ട്യൂബ് മില്ലിലാണെങ്കിലും നമ്മൾ ചെറിയ ബോളുകൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ബോളുകളുമായിട്ട് നമ്മുടെ ക്ലിങ്കറിൻ്റെ ആ ഒരു ലംസ്
കൂട്ടിയിടിക്കുമ്പോൾ ആ ഒരു അബ്രാക്ഷൻ വഴിയാണ് എന്ത് ചെയ്യുക, നമ്മുടെ സിമെൻറ്റ് നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുക. അപ്പോൾ ബോൾ മില്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബോളുകളുടെ സൈസ്, ബോൾ മില്ലിൽ ഗ്രൈൻഡിങ്ങിന് നമ്മളെ സഹായിക്കുന്ന ബോളുകളുടെ സൈസ് എന്ന് പറയുന്നത് 50 mm to 120 mm ആണ്. 50 mm to 120 mm ആണ്. ട്യൂബ് മില്ലുകളാണെങ്കിൽ ബോളിൻ്റെ സൈസ് എന്ന് പറയുന്നത് 20 mm to 25 mm ആണ്. അപ്പോൾ നമ്മൾ ക്ലിങ്കർ നമ്മുടെ കയ്യിലുണ്ട്. ആ ക്ലിങ്കറിനെ നമ്മൾ ഏറ്റവും ആദ്യം പാസ് ചെയ്യിക്കുന്നത് ഈ ബോൾ മില്ലിലൂടെയാണ്. ബോൾ മില്ലിൽ നമുക്കറിയാം അവിടെയുള്ള ബോളുകളുടെ സൈസ് എന്ന് പറയുന്നത് 50 mm to 150 mm ആണ്, 120 mm ആണ്. അപ്പോൾ ഏകദേശം വലിയ സൈസുള്ള ബോളുകളാണ് അല്ലേ. അപ്പോൾ ഈ വലിയ സൈസുള്ള ബോളുകളുമായിട്ട് കൂട്ടി ഉരുമി കഴിയുമ്പോൾ അത്യാവശ്യം ഫൈനായിട്ടുള്ള പാർട്ടിക്കിൾസ് നമുക്ക് കിട്ടും. പക്ഷെ അതിനെ തീരെ ഫൈനാക്കണം. ഞാൻ പറഞ്ഞു നമ്മുടെ സിമെൻറ്റ് എന്ന് പറയുന്നത് തീരെ ഫൈനാണല്ലേ. തീരെ ഫൈനാക്കാൻ വേണ്ടി ഈ ബോൾ മില്ലിലൂടെ പാസ് ചെയ്ത മെറ്റീരിയൽസിനെ നമ്മൾ എന്ത് ചെയ്യും, പിന്നെയും ട്യൂബ് മില്ലിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പാസ് ചെയ്യിക്കുന്നത് ബോൾ മില്ലിലൂടെയാണ്. അതിനുശേഷം അടുത്ത മില്ലായ ഏത് മില്ലിലൂടെ പാസ് ചെയ്യും, ട്യൂബ് മില്ലിലൂടെ പാസ് ചെയ്യും. അപ്പോൾ ട്യൂബ് മില്ലിൽ ബോളിൻ്റെ സൈസ് നമുക്കറിയാം 20 mm to 25 mm ആണ്. കുറച്ചുകൂടെ ചെറിയ ബോളുകളാണ്. അപ്പോൾ കുറച്ചുകൂടെ ചെറിയ സൈസുള്ള പാർട്ടിക്കിൾസ് ഫോം ചെയ്യാൻ വേണ്ടി എന്ത് സഹായിക്കും, ട്യൂബ് മില്ലിലൂടെ പാസ് ചെയ്ത് സഹായിക്കും. അപ്പോൾ മെറ്റീരിയൽസിനെ തീരെ ഫൈനാക്കാൻ വേണ്ടി, ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ട്യൂബ് മില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ക്ലിങ്കേഴ്സ് ബോൾ മില്ലിലൂടെ പാസ് ചെയ്തു. അതിന് ശേഷം ഇത് നമുക്ക് അത്യാവശ്യം കോഴ്സറാണ് അല്ലേ, കോഴ്സറായിട്ടുള്ളൊരു പാർട്ടിക്കിൾസ് ആയിരിക്കും തരുന്നത്. ആ കോഴ്സറായിട്ടുള്ള പാർട്ടിക്കിൾസിനെ കുറച്ചുകൂടെ ഫൈൻ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, രണ്ടാമത് എന്ത് ചെയ്തു, ആ കോഴ്സർ പാർട്ടിക്കിൾസിനെ ട്യൂബ് മില്ലിലൂടെ കൂടെ പാസ് ചെയ്തു. അപ്പോൾ നമുക്ക് തീരെ ഫൈനായിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടി. അപ്പോൾ ഇതാണ് നമുക്ക് ഗ്രൈൻഡിങ്ങിൽ ശരിക്കും നടക്കുന്നത്. അപ്പോൾ ഈ ഗ്രൈൻഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ബോൾ എന്ന് പറയുന്നത് സൈസ് നമ്മൾ പറഞ്ഞു, ശരിക്കും നമ്മൾ ക്രോമിയം ബോൾസ് ആണ്, ക്രോമിയം സ്റ്റീൽ ബോൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്രോമിയം സ്റ്റീൽ ബോൾസ് ആണ് നമ്മൾ ഗ്രൈൻഡിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സൈസ് നമ്മൾ ഓൾറെഡി സ്പെസിഫൈ ചെയ്തു. ഇതാണ് ശരിക്കും ഗ്രൈൻഡിങ് പ്രോസസ്സിൽ നടക്കുക. അപ്പോൾ മെയിനായിട്ട് നമ്മൾ മാനുഫാക്ചറിങ് ഓഫ് സിമെൻറ്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 3 സ്റ്റെപ്പിലൂടെയാണ് നടക്കുന്നത്. മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്, രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ ബേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മിക്സിങ്ങിൽ നമ്മൾ പ്രീഹീറ്റ് ഒക്കെ ചെയ്ത് നമ്മുടെ റോ മെറ്റീരിയൽസിനെ സ്റ്റോറേജ് ടാങ്കിൽ സ്റ്റോർ ചെയ്തു. ബേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയതാണ് നമ്മുടെ ക്ലിങ്കർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പായ ഗ്രൈൻഡിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ക്ലിങ്കേഴ്സിനെ 2 മില്ലിലൂടെ പാസ് ചെയ്തു. 2 മില്ലിലൂടെ പാസ് ചെയ്ത് തീരെ ഫൈനായിട്ടുള്ള പാർട്ടിക്കിൾസ് ആക്കി മാറ്റി. അപ്പോൾ ഗ്രൈൻഡിങ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നതെന്ന് കൂടെ ഓർത്തിരിക്കുക, ജിപ്സം ആഡ് ചെയ്യുന്നതെന്ന് കൂടെ ഓർത്തിരിക്കുക.